എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേ 3 വാരാഹി സ്പെഷ്യൽ പൂജയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ലാസ്റ്റത്തെ 2 വീഡിയോസും സഹകരിച്ചതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും നാളും ആവശ്യവും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഇന്നത്തെ രാത്രി പൂജയിൽ എനിക്ക് നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ പേരും അനുസരിച്ച് നാളും അനുസരിച്ച് എനിക്കത് പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താനാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ആവട്ടെ, റിലേറ്റീവ്സ് ആവട്ടെ, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും അവർക്ക് വീഡിയോ കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും പറയുക. നിങ്ങളായാലും കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ ബട്ടണിനടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക്, ആദ്യം കാണുന്ന കണക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നിങ്ങൾക്കത് കാണാനും സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയും എല്ലാവരും ഞാൻ പറയുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ടാവുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഈ ഒരു വാരാഹി മന്ത്രം എത്രത്തോളം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത കാര്യമാണ് അല്ലേ. വാരാഹി മന്ത്രശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ എത്രയൊക്കെ കഷ്ടതയുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കഷ്ടതകളൊക്കെ മാറ്റിമറിക്കാനായിട്ട് ഏറ്റവും ശക്തിയാർന്ന ഒരു വാരാഹി മന്ത്രം ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു മന്ത്രശക്തി എന്ന് പറയുന്നത് നമ്മൾ ഏത് നടക്കാത്ത കാര്യമായാലും അത് സാധിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മനമൊരുക്കി ദേവിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ മനസ്സിലെ ആ ഒരു വിഷമങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും മാറിക്കിട്ടണമെങ്കിൽ ഒരുപാട് നിങ്ങൾ ഒരു എനർജറ്റിക് ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രമാണ് കേട്ടോ വാരാഹി മന്ത്രം. ഈ വാരാഹി മന്ത്രം ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എങ്കിൽ മാത്രമേ ഇനി ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല രീതിയിലും ജീവിക്കുന്നവർ ആണെങ്കിലും അല്ലെങ്കിൽ മോശമായ രീതിയിൽ അതായത് മോശപ്പെട്ട ജീവിതം അത്രയും സഹിച്ചു കഴിയുന്നവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഈവൻ നമ്മുടെ ഭയങ്കര പണക്കാരായിക്കോട്ടെ അവർക്ക് ഉണ്ട് അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എത്ര വിഷമ സാഹചര്യം നമുക്കുണ്ടെങ്കിലും നമ്മുടെ സങ്കടത്തിലും നമ്മുടെ ദുഃഖത്തിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലും ആവട്ടെ നമ്മുടെ കൂടെ പങ്കുചേരണം. നമ്മളെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് വാരാഹി അമ്മയ്ക്ക് സാധിക്കണം. അപ്പോൾ ആ ഒരു മന്ത്രശക്തി അത്രയും പവർഫുള്ളാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മന്ത്രം 21 ദിവസം ആണ് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. 21 തവണയാണ് നിങ്ങളിത് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇത് ജപിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യവും കൂടെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാം. അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിക്കും എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ട് ഒരാൾ ഒരു സങ്കടമായ ഒരു അവസ്ഥയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് അത് ഒരു നല്ല വാക്ക് പോലും പറയാനില്ലാത്തവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ എന്ത് വിഷമ സിറ്റുവേഷനിലായിക്കോട്ടെ, നമുക്ക് തീരെ പറ്റാത്ത സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഞാനും ആ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോയ വ്യക്തിയാണ്. ഓക്കെ, വിഷമങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകണോ? അതല്ലേ നമ്മളെപ്പോഴും ചിന്തിക്കുള്ളൂ അല്ലേ. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എത്രയും ആ ഒരു സഹനശക്തിയോടുകൂടി ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളെ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മോശമായ ഒരു ചിന്തയിലൂടെ പോയി നമ്മൾ എന്തെങ്കിലും ഒരു അപകടം വരുത്തിയാൽ നമ്മളെ കാരണം കുറേ പേര് സഫറാവുന്നുണ്ട്. നമ്മളെ ഒരു പ്രതീക്ഷയിലൂടെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ പറ്റുക? അവർക്കൊക്കെ നമ്മളെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ എന്തെങ്കിലുമായിട്ട് അവർക്ക് ആവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും അവരെയും ചേർത്ത് പിടിക്കണം അല്ലേ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർക്കും ആ ഒരു മനക്കരുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരിക്കലും
നമ്മളാലെ വേറൊരാൾ വിഷമിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ചിട്ട് പറയുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, അവരെ ഒന്നും മറന്നിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യരുത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു എഴുന്നേറ്റവും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അത് ചിലർക്ക് വിചാരിക്കും, എനിക്കെന്തോ ലക്കുള്ളത് കൊണ്ട് ഞാൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ ദുഷ്ടത്തരം ചെയ്തിട്ടും എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നു എന്നൊരു ചിന്താഗതിയുള്ള ആളുകളെയും എനിക്കറിയാം. അപ്പോൾ അവരൊന്നും ഇത്രയും അഹങ്കരിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ദ്രോഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം അപ്പനമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, ആരായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലത് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെവിടം വരെ പോകുമെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പരീക്ഷിക്കുകയാണ് ദൈവം, അല്ലേ? പരീക്ഷിച്ച് അവസാനം ഈ നേടിയതെല്ലാം ഒരു ദിവസം ടപ്പനെ അങ്ങനെ വീഴും. ഓക്കെ, ആ വീഴ്ച എന്നേക്കുമായിട്ടുള്ളൊരു നിങ്ങളുടെ ദുരിതത്തിനുള്ളൊരു തുടക്കമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു ശരിയുണ്ട്. അതെന്തായാലും നമുക്ക് ശരിയായ ഒരു നേർവഴിയിലൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്, നമ്മൾ നേടിയെടുത്തതാണെങ്കിൽ അതിന് ഉപയോഗമുണ്ട്. ഓക്കെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും, നമ്മൾ നന്നായിരിക്കും. അതേസമയം ഒരാളെ ദ്രോഹിച്ചോ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിച്ചോ അല്ലെങ്കിൽ അയാളെ കൊന്നിട്ടോ ഒക്കെ ആക്കിയിട്ടുള്ള എന്ത് പരിപാടിയാണെങ്കിലും ശരി, ഒരിക്കലും അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ നാശം തന്നെ വിതയ്ക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ശപിച്ചിട്ട് പറയുന്നതല്ല. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായിരിക്കണം. ഒരിക്കലും ഒരാളെ വേദനിപ്പിക്കരുത്. നമ്മളെ കണ്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എന്തും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തും ചെയ്തിട്ടോ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ അത് കിട്ടിയേക്കാം നിങ്ങൾക്ക് പക്ഷെ അതിന് ഒരു അവസാനം ഉണ്ടായിരിക്കും. അത് അയാളുടെ അവസാനമായിരിക്കും, ദ്രോഹിച്ചവൻ്റെ അല്ലെങ്കിൽ ദ്രോഹിച്ചവളുടെ. അപ്പോൾ ഒരിക്കലും ആ ഒരു ചിന്താഗതിയിലോട്ട് ഒരിക്കലും പോകരുത്. നല്ലത് മാത്രം വിചാരിക്കുക, നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതാണ്. അപ്പോൾ ഈ ഒരു വാരാഹി ദേവിയുടെ മന്ത്രം ഞാൻ ഏതാണെന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്താം. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ അതിനകത്ത് കുറേ വീഡിയോസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക. അതുപോലെ തന്നെ ഒരിക്കലും വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കാണരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഏതാ മന്ത്രം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. എല്ലാവരും പേരും നാളും അതുപോലെ തന്നെ ആവശ്യവും ഇതിനകത്ത് മെൻഷൻ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏതാ മന്ത്രജപം എന്ന് പറയാം, കൂടെ ജപിക്കുക കേട്ടോ. ഓം ഇന്ദീവരസന്നിഭായേ നമഃ. 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 ഓം ഇന്ദീവരസന്നിഭായേ നമഃ.
परसन्निभाय नमः। ॐ इन्दि 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 परसन्निभाय नमः।
इन्दीवरसन्निभाय नमः। ॐ 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 इन्दीवरसन्निभाय नमः।
ॐ इन्दीवरसन्निभाय नमः। ॐ इन्दीवरसन्निभाय नमः। ॐ इन्दीवरसन्निभाय नमः।